And to God be all the glory. എൻ്റെ പേര് ബിന്ദു. My name is Bindu. ഞാനിവിടെ കുടുംബമായിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് 10 years ആവുന്നു. It's been 10 years since I've been living as a family in Scunthorpe. ഞങ്ങൾ ഇന്ത്യയിലെ കേരള എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നുള്ളവരാണ്. We come from Kerala, which is a state in India. ജോബിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കൺട്രിയിലായിരിക്കുന്നത്. I came here because of my job. ഞങ്ങൾ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുമുള്ളവരാണ്. We are from a Catholic background. പക്ഷേ ബൈബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ബൈബിളുമായിട്ട് കൂടുതൽ ഒരു അടുപ്പവും ഇല്ലാതിരുന്ന ഒരു ജീവിതത്തിൽ നിന്നാണ് ഞാൻ വന്നത്. Personally, I grew up without having much contact with the Bible. Yes, ക്രിസ്ത്യൻ എന്ന് പേരുണ്ടെങ്കിലും ബൈബിളിന്റെ കർത്താവ് എന്താണ് പറയുന്നതെന്നൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്കറിയില്ലായിരുന്നു. I have the name of a Christian, but personally I wasn't much aware of the word. ഓക്കെ, എൻ്റെ മാരേജ് ഞാൻ 25 വയസ്സായപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു. I got married when I was about 25. അതുവരെ എൻ്റെ ജീവിതത്തിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ കടന്നു പോകുന്ന ഒരു കുടുംബമായിരുന്നു. Till then I didn't have many problems or troubles in my life. അതിനുശേഷം ഞങ്ങൾക്കൊരു ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ ദാനമായി നൽകി. I was blessed with 2 children after that. എൻ്റെ മോന് ഒരു കിഡ്നി സംബന്ധമായ ഒരു അസുഖമുണ്ടായിരുന്നു. My son was suffering with kidney related problems. അത് ഞങ്ങളുടെ ജീവിതത്തെ ഒത്തിരി മുലച്ചു. That troubled our life a lot. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും ഞങ്ങൾ കാണാതായി. We couldn't find any peace of mind in our lives. Yes, അങ്ങനെ അത് ഞങ്ങളുടെ എന്നെയും എൻ്റെ ഭർത്താവിൻ്റെയും ജീവിതത്തിലും ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കി. My husband and I struggled a lot because of that. ഞങ്ങൾ പറയുന്ന പരസ്പരം എന്തെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാകാതായി. We got to a point where we were unable to understand each other. പക്ഷെ അവിടെ വലിയ മേജറായ ഇഷ്യൂസ് ഒന്നും ഇല്ല. പക്ഷെ ഒരാൾ പറയുന്ന ഒരാൾക്ക് മനസ്സിലാകത്തില്ല. There weren't many big issues there, but what one person said the other person wasn't understanding. Yes, അത് ഞങ്ങളുടെ ജീവിതത്തെ നന്നായി വിളിച്ചു. And that caused a lot of troubles in our life. അപ്പോൾ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും ഈ ദൈവത്തോട് ഞാൻ ചോദിച്ചു, എന്ത് പാപം ഞാൻ ചെയ്തിട്ടാണ് ഇത് എൻ്റെ ജീവിതത്തിൽ ഒന്ന് പുറകെ വരുമെന്ന് ഞാൻ കടന്നു വരുന്നതെന്ന്. And even though I'm a Christian, I asked God, what sin did I do for all these troubles to come into my life? കാരണം എൻ്റെ അറിവിൽ ഞാൻ ഈ പറയുന്ന മേജറാണെന്ന് നമ്മൾ കരുതുന്ന ഒരു പാപവും ചെയ്തിട്ടതായിട്ട് എനിക്കറിവില്ല. As far as I'm aware, I hadn't committed any of these big sins that we know of. അങ്ങനെ ഞാൻ പള്ളികളിൽ നിന്ന് പള്ളികൾ എനിക്കറിയാവുന്ന കാത്തലിക് ബിലീഫ്സിൽ ഞാൻ നിന്നുകൊണ്ട് എത്രയൊക്കെ വിശുദ്ധന്മാരും പുണ്യാളന്മാരും ഉള്ളവരോടെല്ലാം ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു. So I started going from church to church, started praying to saint after saint after saint, staying in my Catholic belief and faith. Okay, ഞാൻ ഇതിലൂടെ ആരുടെയും വിശ്വാസത്തെ ഇത് ചെയ്യുമല്ല, എൻ്റെ അനുഭവസാക്ഷ്യം തന്നെയാണ് ഞാൻ പറയുന്നത്. I'm not disregarding anyone's faith or beliefs here, I'm just talking from my own experience. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രാർത്ഥിച്ചിരുന്ന കുറെയെല്ലാം എനിക്ക് വിടുതൽ കിട്ടി. അതെല്ലാം ഭൗതിക അനുഗ്രഹങ്ങളാണ്. A lot of blessings came into my life when I prayed, but they were all earthly blessings. പക്ഷേ എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു ശൂന്യത എവിടെയും എപ്പോഴും ഉണ്ടായിരുന്നു. But at the same time I felt a lot of emptiness in my life. അപ്പോൾ ഞാൻ പ്രാർത്ഥനകൾ പലതും ഒന്ന് പുറകെ ഓരോന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ സമാധാനം കാണാതെ, കാരണം ഒരു പ്രാർത്ഥിക്കും വിശുദ്ധന്മാരോടും ഒക്കെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു സമാധാനം കിട്ടും. പക്ഷെ ഒന്നിനു പുറകെ ഓരോന്നായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ആചരിച്ചു. Even though I got relief when I prayed, it was a trouble after trouble after trouble in our lives. Okay, അപ്പോൾ ഞാൻ എൻ്റെ കർത്താവെ ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്ക് മാനുഷികമായിട്ടൊരു, കാരണം നമ്മൾ മനുഷ്യരുടെ അടുത്ത് പല കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നു. പക്ഷെ പലരുടെയും അഭിപ്രായങ്ങൾ മാനുഷികമായിരുന്നു. There were a lot of friends and family who tried to help us, but all their opinions were earthly. അത് പലതരത്തിൽ പലരുടെയും അഭിപ്രായം മാനുഷികമായതുകൊണ്ട് അത് പലതരത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നു. And because it was from the world, it was all different sorts of opinions and advices. ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ശാശ്വതമായ സമാധാനം തരാൻ പറ്റിയില്ല. And none of this could bring peace into our lives. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഇപ്പോഴുള്ള എൻ്റെ ഒരു കൊളീഗ് ഒരു ചേച്ചി മുഖാന്തരം ഞാനൊരു പാസ്റ്ററിനെ കുറിച്ച് എങ്ങനെ ഒരു വിശ്വാസം ബോൺ അഗെയിൻ വിശ്വാസത്തെ കുറിച്ച് ഞാൻ കേൾക്കാനിടയായി. And while I was going through all this, through a friend of mine, I heard about a pastor who was a Pentecostal pastor. എനിക്ക് മനസ്സിലായി അത് കൂടുതൽ അവർ ബൈബിളിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ബൈബിളുമായി, ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിലും ബൈബിളുമായിട്ട് എനിക്ക് യാതൊരു ടച്ചുമില്ലാത്തൊരു ജീവിതമായിരുന്നു. When I came into contact with this pastor, I realized that a lot of his teachings came directly from the Bible, and even though I identified myself as a Christian, I wasn't aware of the word. എന്നാണോ ഞാൻ ബൈബിളിലേക്ക് തിരിഞ്ഞത്, ആ ബൈബിൾ വായിച്ച് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്, അന്നാണ് എനിക്ക് മനസ്സിലായത് എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. The moment that I started reading the Bible, that I started
reading the Word of God, that's when I realized there is a God who speaks directly to me. അവിടെ ആ വചനമാണ് എൻ്റെ മനസ്സിന്റെ ഞാൻ ഇതുവരെ കാണാതിരുന്ന ആ സമാധാനം ഞാൻ അവിടെ ബൈബിളിൽ നിന്നാണ് കണ്ടെത്തുന്നത്. The peace I was looking for, that's where I got it from. അപ്പോൾ എനിക്ക് കൂടുതൽ ബൈബിളിൽ മലയാളത്തിലാണ്, എൻ്റെ ഓൺ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നെങ്കിലും ഇതിന്റെ ഒത്തിരി അർത്ഥം അറിയാത്തത് കൊണ്ടും ഞാൻ കൂടുതലായ ഇങ്ങനെ ഈ പാസ്റ്ററിന്റെ പ്രയറുകൾ കടന്നു പോകുമായിരുന്നു. And even though I read the Bible in my own language, I fully didn't understand it, so I started going for prayer with the pastor. അങ്ങനെ ഞാൻ ബൈബിൾ ദൈവം എനിക്ക് കൂടുതലായിട്ട് വെളിപ്പെടുത്തി തന്നു. So as I started reading more and praying more the word was revealed to me. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം എൻ്റെ ഭർത്താവ് നോട്ട് ചെയ്തു. And my husband started noticing a change in me. അപ്പൊ എനിക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനം, പെട്ടെന്ന് എല്ലാ കാര്യത്തിലും ഞാൻ ചെറിയൊരു വിഷമങ്ങൾ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു പീസ് ഓഫ് മൈൻഡ് എന്നിൽ വരുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം എൻ്റെ ഭർത്താവ് തന്നെ നോട്ട് ചെയ്തു. And since then my husband started noticing that I was more calmer, I was at more peace with everything that was happening around me in my life. അപ്പോൾ ഭർത്താവിന് മനസ്സിലാക്കി എന്നെ ഈ ബൈബിളാണ് പിടിച്ചു നിർത്തുന്നതെന്നുള്ളത് ഹസ്ബൻഡിന് മനസ്സിലായി. And my husband also realized that the word of God is keeping me strong. അങ്ങനെ ഹസ്ബൻഡും ബൈബിളിലേക്ക് തിരിയാൻ തുടങ്ങി. And my husband started reading the word as well. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നീട് മനസ്സിലായി ഞങ്ങൾ ഇതുവരെ പാലിച്ചു പോകുന്നതെല്ലാം മാനുഷിക കൽപ്പനകളാണെന്നും ബൈബിളിലാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം പറയുന്നത് മൊത്തം ബൈബിളിലുണ്ടെന്നും, പക്ഷെ ഇതുവരെയും ഞാൻ പോയിക്കൊണ്ടിരുന്നത് എന്റെ പാരമ്പര്യം അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കന്മാർ എന്നെ പഠിപ്പിച്ച മാനുഷിക ഇതിലാണെന്നും എനിക്ക് പിന്നീട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിടികിട്ടി. And from reading the word of God, we both realized that a lot of what we'd been following was what was taught to us and what was based on cultures and traditions rather than what was based on the word of God. അങ്ങനെ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് എനിക്ക് എല്ലാ പ്രാവശ്യവും നേരാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് ജോലിയുണ്ട്, വീടുണ്ട്, ഭവനമുണ്ട്, എല്ലാവരെ പോലെ എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും ഞാൻ ഇതുവരെ കണ്ടെത്താതിരുന്ന സമാധാനം എന്ന് ഞാൻ ബൈബിൾ പ്രകാരം ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ എന്റെ കുടുംബത്തിൽ ഞങ്ങൾ അനുഭവിച്ചു തുടങ്ങി. And the emptiness that I felt despite having it all in terms of a house and family and a job and kids, I found it when I found God in the word of God. നമ്മൾ ബൈബിളിൽ വായിക്കുന്ന പോലെ ശിഷ്യന്മാരായിരുന്ന പടകിന്റെ അകത്ത് കാറ്റും കോളും ആഞ്ഞടിച്ചപ്പോൾ അവർ കർത്താവിനോട് നിലവിളിച്ചതുപോലെ ഞങ്ങളും നിലവിളിച്ചതാണ്. Like the disciples screamed out to the Lord when they were on the boat, we screamed to the God. പക്ഷെ ജീവിതമാകുന്ന ആ നൗകയിൽ കർത്താവ് ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കിയത്. We later found out that God was with us in that boat despite the troubles. അങ്ങനെ അറിയേണ്ട ദൈവത്തെ ഞങ്ങൾ അറിയേണ്ട പോലെ അറിഞ്ഞു. And then we knew the God in the way that we had to know him. ആ ബൈബിളിലെ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. And the word in that Bible changed our lives. എന്നാ ദൈവം ഞങ്ങളുടെ ഉള്ളത്തിൽ പാർക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തുടങ്ങി. And since when God's been living in our life, we've had peace. ഞങ്ങളുടെ കുടുംബത്തിലെ അസമാധാനം, ഞങ്ങളുടെ കുഞ്ഞിന്റെ രോഗം, ഇതെല്ലാം ഇന്ന് ഇവിടെ പറഞ്ഞിട്ട് കൊല്ലങ്ങൾക്കായി. It's been years since the unrest in our family, my son's illness has all been gone. അപ്പോൾ ഇതെല്ലാം എനിക്ക് മനസ്സിലായി. എന്റെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. God is closer to those who are crushed in spirit. That's exact words. അതാണ് എന്റെ സാക്ഷ്യം. അതുകൊണ്ട് എനിക്കറിയാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നവരും നമ്മള് പലവിധ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. I'm just sharing my testimony with you, and this is it. And I'm aware that a lot of us who are gathered here will be going through their own kind of struggles and troubles. എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. And I can only tell you one thing from my experience. എവിടെയെങ്കിലും ഞങ്ങളെ പോലെ സമാധാനമില്ലാതെ നിങ്ങൾ അലഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ, if you've ever been through a phase in your life where you were searching for peace, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ബൈബിൾ എടുത്ത് തന്നെയാണ് ആദ്യം വായിക്കേണ്ടത്. please do open the Bibles that you have at home. ആ ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ പഠിപ്പിക്കും. If you seek help from God, God will help you and He'll teach you. അങ്ങനെ ദൈവത്തിന് അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളോട് ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. And then you'll understand what God wants to talk to you. അങ്ങനെ ഇന്ന് ഞാനും എന്റെ കുടുംബവും ഇവിടെ വന്നിട്ട് 10 years ആയെങ്കിലും ദൈവത്തിന്റെ കൃപയാൽ 5 കൊല്ലമായി സമാധാനത്തിൽ ദൈവത്തിന്റെ ഒരേ ഒരു കൃപയാൽ all the glory goes to God. Even though it's been 10 years since we've been here, I think for the past 5 years we've been happily living in the peace of God. ഇവിടെ ഞങ്ങളെ അറിയാവുന്നവരുണ്ട്, ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാവുന്നവരും കടന്നു വന്നിട്ടുണ്ട്. There are people here who've known us for a long time, who've known our troubles. ഇതിന്റെ അകത്ത് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ അറിഞ്ഞ ദൈവത്വം ഈ ബൈബിളിൽ നിന്നാണ്. ആ ദൈവമാണ് എന്നെ എന്റെ ഭർത്താവിനെയും എങ്ങനെ ക്ഷമിക്കണം, എങ്ങനെ സഹിക്കണം, എങ്ങനെ പൊറുക്കണം, എങ്ങനെ ജീവിതത്തിൽ ഡീല് ചെയ്യണം എന്ന് അറിയുന്നത് പോലെ അറിയാനും സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കുവാനും ഒക്കെയുള്ള ഒരു മനസ്സ് എനിക്കും എന്റെ ഭർത്താവിനും എന്റെ കുഞ്ഞുങ്ങൾക്കും തന്നത് ഈ ബൈബിൾ പ്രകാരം ദൈവത്തെ കണ്ടെത്തിയപ്പോഴാണ്. And it's through that Bible that God taught us how to live, how to forgive, how to sacrifice, how to be better people to each other, and through that it's what we live today. ഒരു
ഒരുപക്ഷെ ഞാൻ ഇത്രയും കൂടെ പറഞ്ഞ് നിർത്തട്ടെ, ഒരുപക്ഷെ മനുഷ്യൻ നമ്മളെ പുറമേ നോക്കി വിധിച്ചാലും അള്ളം കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട്. Even though people judge us on the outside, God sees our inside. തീർച്ചയായിട്ടും അത് പ്രകാരമാണ് നമുക്ക് ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. And God will always judge us based on what's on our inside. ഇന്ന് ഈ ഭൂമിയിൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ പണം വേണം, ജോലി വേണം, എല്ലാം വേണം. Even though we need money and a job and everything else that we need to live in this world today. പക്ഷേ ഈ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം ഒരു ദിവസം നമ്മൾ വിട്ടിട്ട് പോകേണ്ടതാണെന്ന്. And when I read this Bible, I was aware of the fact that one day we're going to have to leave this all behind. അങ്ങനെ ബൈബിൾ പ്രകാരം എനിക്ക് മനസ്സിലായി എന്റെ ആത്മാവ് ഞാൻ മരിച്ചതിന് ശേഷം സ്വർഗ്ഗത്തിൽ എത്തണമെങ്കിൽ ബൈബിൾ പ്രകാരമുള്ള ചട്ടം, ഈ ബൈബിളിൽ കർത്താവ് എന്ത് പറഞ്ഞിരിക്കുന്നോ അത് ഞാൻ പ്രമാണിക്കണമെന്ന്. And I realized that if I want my soul to get to heaven at the end of all this, I'll have to live by the word of God. അതുകൊണ്ട് ആ സത്യം ഇതാണെന്ന് മരിച്ചതാക്കി തന്ന ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ് ഇനി എന്റെ കുടുംബത്തിന്റെ തീരുമാനം. And my decision is now to live for the God who revealed all these truths to me. അതുകൊണ്ട് ഇതാണ് എന്റെ ചുരുക്കിയ സാക്ഷ്യമാണ് ഇത്. എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ കണ്ടെത്തിയ എന്റെ ദൈവത്തെ ഞാൻ അറിഞ്ഞപ്പോൾ മുതൽ ധാന്യവും വീഞ്ഞും, ദാവീദ് പറഞ്ഞ പോലെ ധാന്യവും വീഞ്ഞും നിറഞ്ഞു കവിയുന്നതിലുപരി എന്റെ ഉള്ളത്തിൽ ഒരു വലിയ സന്തോഷമാണ്, ഒരു നിധി കണ്ടെത്തിയ പോലെ. I've been filled with joy in my heart ever since I found the Lord. അതുകൊണ്ട് തുടർന്നും ഞങ്ങളെ ഓർത്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. So I do request that you all continue to keep